സുരേന്ദ്രനും ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി.ജെ.പിക്ക് ഇത്തവണ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഇതുവരെ കിട്ടാതിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ ബി.ജെ.പിക്ക് കിട്ടും. SDP-യും PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ ചിന്തയുള്ളവരാണ്. ഇവരെ വെള്ളപൂശുകയാണ് ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. ഈ നിലപാട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വലിയ വികാരമുണ്ടാക്കിയെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുമായി ബി.ജെ.പി നിൽക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പലതരത്തിൽ അടുക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ പല ബിഷപ്പുമാരും അടുപ്പത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഇന്നും ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പറയുകയാണ് ദീപിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് വിഷയം, അതേപോലെ ഈ ഉധംപൂരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അത് ഈ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് അടക്കം ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു നിരന്തര പ്രചരണത്തിലേക്ക് ദീപിക തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെതിരായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. നമ്മളിപ്പോ ഒരു എല്ലാത്തിന്റെ അട്ടിപ്പേർ ഏതെങ്കിലും ഒരു വ്യക്തിക്കാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെന്നോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും UDF-നായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണത്. നമ്മളിതിന് യാഥാർത്ഥ്യവും പിന്നെ സങ്കല്പവും അല്ല, യാഥാർത്ഥ്യം അതാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കെ മാണിയുടെ പാർട്ടിയൊക്കെ ഇപ്പുറത്തേക്ക് പോവുകയും മാറ്റങ്ങളൊക്കെ വരികയും ചെയ്തത് കുറച്ച് ഷെയർ അവർക്ക് കിട്ടി LDF-ന്. അതായത് UDF-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നും കിട്ടി. അതും ശരിയാണ്. എന്നാൽ ഇത്തവണത്തെ വ്യത്യാസം BJP-ക്കും NDA-ക്കും അത്തരത്തിലുള്ള ഷെയർ കിട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഒരു ഷെയർ ഇത്തവണ ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി ക്രിസ്ത്യൻ വോട്ടുകൾ പോകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഞാൻ വളരെ വ്യക്തമായും പറയുന്നു, ഇത്തവണ LDF-നും UDF-നും മാത്രമല്ല NDA-ക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. അത് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീ കെ സുരേന്ദ്രൻ? അത് ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയ്ക്ക് അനുസരിച്ചാണ്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടും. ഒട്ടും വിജയസാധ്യത ഇപ്പൊ 3 കാറ്റഗറിയിലാണ് ഇവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം. ഒന്ന് NDA-യും LDF-ഉം തമ്മിൽ ചില മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ NDA-യും UDF-ഉം തമ്മിൽ, ചില മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിൽ. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് LDF-ഉം UDF-ഉം തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ കിട്ടുന്ന ശതമാനം എത്രയാവോ അതല്ല ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. PDP-യുടെ പിന്തുണയെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് SDP-യുടെ പിന്തുണയും PDP-യുടെ പിന്തുണയും ഒരുപോലെ കാണേണ്ടതല്ല. പ്രത്യേകിച്ച് UDF-ഉമായി SDP നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കിയ ശേഷമാണ് SDP അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ ഈ രണ്ട് വിഷയങ്ങളും ഫലത്തിൽ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, SDP-യും PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ 3 കക്ഷികളാണ്, 3 സംഘടനകളാണ് ഇപ്പൊ പിന്തുണയുമായി ഇടതിനും വലതിനും വെവ്വേറെ കൊടുത്തിരിക്കുന്നത്. ഈ 3ഉം ഒരേ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ SDP-യുടെ അപകടം അവിടെ ഇരിക്കുന്നു. അതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് PDP-ക്കും, അതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവരുടെ എല്ലാം ആശയപരമായ അടിത്തറ. മൗദൂദിയൻ ചിന്താഗതിയാണ്. ഒരു വിഭാഗം മാത്രത്തെ അംഗീകാരമുള്ളൂ, ഒരു ചിന്താഗതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളെല്ലാം കാഫറുകളാണ്, ഒരൊറ്റ വഴിയേ ഉള്ളൂ ഈശ്വരനിലേക്ക്. അങ്ങനെയുള്ള ഒരു ഫണ്ടമെന്റൽ എന്നുള്ള വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടത്. അത്രയും മതപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റാഡിക്കൽ എലിമെന്റ്സ് ആണ് ഇവരെല്ലാം. ഇവരെല്ലാം വെള്ളപൂശുന്ന സമീപനമാണ് രണ്ടു കൂട്ടരും സ്വീകരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുറവാണ്, തീവ്രത കുറവാണോ ഒന്ന് തീവ്രത കൂടുതലാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കേരളത്തിൽ എത്ര കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായിരുന്ന ആളാണ്. അവിടെ 100 കണക്കിന് ആളുകളാണ് മരിച്ചത്. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദനിയുടെ ചെറുപ്പകാലത്ത് നടത്തിയ സംഭവങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം അത്തരത്തിലുള്ള പാർട്ടികളുമായിട്ട് ചേരാൻ അവർക്ക് ധൈര്യം വരുന്നത് അവര് ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ബാക്കി രാജ്യത്ത് മറ്റാരെക്കുറിച്ച് ഞങ്ങൾക്ക് വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്
പക്ഷെ ഇത്തവണ അതിന് മാറ്റം വരും. കാരണം ഈ വർഗീയ ശക്തികളുമായി ചേർന്ന് LDF-ഉം UDF-ഉം പ്രചാരണം നടത്തുന്നതിൽ മറുപക്ഷത്ത് വലിയ വികാരമുണ്ട്, ഹിന്ദുക്കളുടെയിലും ക്രിസ്ത്യാനികളുടെയിലും. അതാണ് ഇവിടെ കാണുന്നത്. ഒരു സിനിമ കാണിക്കുമ്പോഴേക്കും അതിനെതിരെ ബഹളം വെക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. CA-യുടെ പേരിൽ പറഞ്ഞ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നവര് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുന്നേയില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. എന്തായാലും അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഡബിൾ ഡിജിറ്റ്, അതായത് ഇരട്ട അക്ക സീറ്റുകൾ, അതായത് 10-ലധികം സീറ്റുകൾ എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ആശംസകളും കെ സുരേന്ദ്രൻ. ജി ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ആദ്യം മുതൽക്കേ ക്രൈസ്തവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം അത് BJP-യുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 9 ദിവസം മാത്രം ശേഷിക്കെ, പോളിംഗ് ബൂത്തിലെത്താൻ 9 ദിവസം മാത്രം ശേഷിക്കെ വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണല്ലോ BJP സംസ്ഥാന അധ്യക്ഷൻ. ക്രൈസ്തവ സമൂഹത്തിലെ സ്വതന്ത്ര ചിന്താഗതിക്കാർ തങ്ങൾക്ക് വോട്ട് ചെയ്യും, ഇതുവരെ കിട്ടാത്ത വോട്ടുകളും ഇത്തവണ തങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. എങ്ങനെ കാണണം ഇതിനെ? തീർച്ചയായും BJP-യുടെ ഒരു ആഭ്യന്തര കണക്കുകൂട്ടൽ എന്ന നിലയിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കഴിയുക. അശ്വതി, പ്രത്യേകിച്ച് BJP കഴിഞ്ഞ കുറെ കാലമായി ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കാറുണ്ട്, പല വിഷയങ്ങളും വാദിക്കാറുണ്ട്. പക്ഷെ അതിനിടയിലാണ് മണിപ്പൂർ സംഭവം ഉണ്ടാകുന്നത്. അത് ക്രൈസ്തവർ സഭകൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും അത് മറികടക്കാനുള്ള പല ശ്രമവും BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷെ ഇടയ്ക്കിടെ ദീപികയും അതേപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗങ്ങളും ഇതിലൊക്കെ BJP-യെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിരുന്നു. തൃശ്ശൂരാണെങ്കിലും കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖപത്രത്തിന്റെ ലേഖനത്തിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തിയതും മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ രൂപത തന്നെ അത് തങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ദീപികയിൽ ഇന്നലെയും അതിനു മുൻപുള്ള ദിവസങ്ങളിലും ഒക്കെ BJP-യെയും പ്രധാനമന്ത്രിയൊക്കെ വിമർശിച്ചുള്ള മുഖപ്രസംഗം വന്നിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഈ ഏതെങ്കിലും ഒരു വിഭാഗം എഴുതിയതുകൊണ്ട് മാത്രം ക്രൈസ്തവ വിഭാഗത്തിനിടയിലെ വോട്ടുകൾ നഷ്ടപ്പെടില്ല, അതായത് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടില്ല, അത് ഇതുവരെ കിട്ടാത്ത വോട്ടുകളാണ് എന്നുകൂടി കെ സുരേന്ദ്രൻ പറയുകയാണ്. അതിന് പൊതു രാഷ്ട്രീയ സാഹചര്യം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്കറിയാം ഈ പല സംഭവങ്ങളും പ്രാദേശികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അത് പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സാധാരണഗതിയിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. ജോസ് കെ മാണി വിഭാഗം LDF-ൽ എത്തിയതോടെ കോട്ടയത്തടക്കം അത് LDF-നും നേട്ടമായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് BJP-ക്ക് കിട്ടിയിരുന്നില്ല അത്തരത്തിലൊരു ശതമാനത്തിന്റെ വോട്ട്. അത് സുരേന്ദ്രൻ പറയുന്നത് എല്ലായിടത്തും അങ്ങനെ കിട്ടും എന്നല്ല, BJP വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത് തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നു. അത് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ഉറപ്പായും BJP വിജയിക്കും, മറ്റു മണ്ഡലങ്ങൾ കൂടി പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊക്കെ മണ്ഡലമെന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിന് ഈ സമയത്ത് പറയാൻ കഴിയുന്നില്ല. കാരണം പറഞ്ഞാൽ അത് മറ്റു മണ്ഡലങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് താൻ പറയാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ അഭിമുഖത്തിൽ ഒന്നടങ്കം അദ്ദേഹം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത്. അതായത് ഈ ക്രൈസ്തവ വോട്ടുകൾ, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ ഇത്തവണ അധികമായി BJP-ക്ക് ലഭിക്കും. അതിന് ദേശീയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഗുണമാകുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ശരി ശ്രീജിത്ത്.